എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മൂവിന്റെ ക്ലാസ് ആണ്. അവിടെ അവൾ പുതിയൊരു പയ്യനെ പരിചയപ്പെടുന്നുണ്ട്. അവളല്ല, അവനാണ് ഇങ്ങോട്ട് ഒന്ന് പരിചയപ്പെടുന്നത്. അവന്റെ പേര് പാൻ കെ എന്നുമാണ്. മൂവിനോട് വളരെ ക്ലോസ് ആവാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. മൂവിന്റെ നമ്പർ വാങ്ങാനും ക്ലാസ് കഴിഞ്ഞ് അവൾക്കൊരു മീൽ അവൻ ഓഫർ ചെയ്ത് പുറകെ കൂടുമ്പോഴും ഒക്കെ ഇവനെ കൊണ്ട് വലിയ ശല്യമായാലോ എന്ന രീതിക്ക് അവൾ അവനെ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനാ അവന്റെ ശല്യം കാരണം അവൾക്ക് നേരെ ടോയ്ലറ്റിലേക്ക് അവനെ ഇഗ്നോർ ചെയ്യാനായി ഓടി പോകേണ്ടി പോലും വരുന്നുണ്ട്. അങ്ങനെ ഡോറ് വരെ അവൻ എത്തുന്നുണ്ട്. അകത്ത് കയറി ഒരുവിധം കഥ അടയ്ക്കുന്നവൾ വേഗം നാനേ ഫോൺ ചെയ്ത് ഈ പാൻ കെ എന്ന് ഒരുത്തിന് എന്റെ പുറകെ കൂടിയിരിക്കുക, അവനെ കൊണ്ട് വലിയ ശല്യമാണെന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് പറയുമ്പോൾ നാനയ്ക്ക് ഓൾറെഡി ഈ പാൻ കെയെ അറിയാം. ഓ അവനൊരു തായും ചൈനീസും മിക്സ് ആയ ഒരു ടൈപ്പാണ്. വലിയ കാശുള്ള ഫാമിലിയിലാ. കുറെ വർഷമായിട്ട് ഈ കോഴ്സിന് ചേർന്ന് പാസ്സാവാതെ തോറ്റ് തുന്നമ്പാടി നടക്കാണ്. അച്ഛനൊരു കാർ റിപ്പയറിംഗ് ഫാക്ടറി ഒക്കെ സ്വന്തമായിട്ടുള്ളവനാ. എന്തായാലും അവനെ കൊണ്ട് ഭയങ്കര ശല്യം തന്നെ. ഞാനിപ്പോ അവനെ പേടിച്ച് ടോയ്ലറ്റിനകത്ത് കയറി കഥ അടച്ചേക്കുക. ഇനി ഞാനിപ്പോ ജനൽ വഴി എസ്കേപ്പ് ആവാൻ പോവാ. അപ്പുറത്തൂടെ പോയാൽ അവൻ കണ്ടാലോ എന്ന് പറഞ്ഞ് അവൾ ജനാല വഴി ചാടി പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ ജിൻ മറ്റാരോടോ സംസാരിച്ച് കാറിന്റെ അടുത്ത് നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് ഒരു ബാഗ് വാങ്ങുന്ന അവൻ കാശൊക്കെ തിരിച്ചു കൊടുക്കുന്നത് കണ്ട് എന്തായിരിക്കും ആ ബാഗിലെന്ന് അവൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അവളത് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും പാൻ കെ വീണ്ടും അവളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. എവിടെ പോയി കിടക്കായിരുന്നു, എവിടെയൊക്കെ തപ്പിന്നും പറഞ്ഞ് അവൻ പുറകെ കൂടുമ്പോ അവളുടെ നോട്ടം മുഴുവൻ ജിന്നിനെ ആയിരുന്നു. ജിന്നും ഇവളെ ഇങ്ങനെ കാണുന്നുണ്ട്. വേഗം പാൻ കെയെ മൈൻഡ് ആക്കാതെ ജിന്നിന്റെ അടുത്തേക്ക് അവൾ പോകുമ്പോഴേക്കും ശരി നമുക്ക് പിന്നെ കാണാന്ന് ജിൻ കൂടെ ഉണ്ടായിരുന്ന ആളിനോട് പറയുമ്പോ ശരി ടോക്കി നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞ് അയാൾ സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജിന്നിന്റെ ഇരട്ടപ്പേരുണ്ടല്ലോ ടോക്കി, അത് പറയുകയും ഓ ഇപ്പൊ പേര് ബ്രാൻഡി എന്നല്ലേ, ശരി ബ്രാൻഡി പിന്നെ കാണാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ആരായിരിക്കും ഇയാള് എന്ന് ആ ഒരു വർത്താനമൊക്കെ കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന മൂന്ന് നല്ല ഡൗട്ട് ഉണ്ട്. അപ്പോഴേക്കും ജിന്നാട്ടെ കയ്യിലുള്ള ബാഗ് എടുത്ത് കാറിലേക്ക് ദേഷ്യത്തിൽ എടുത്തിട്ടിട്ട് വേഗം വന്ന് കാറിൽ കയറാനായി അവളോട് പറയുന്നു. കൂടെ അവിടെ നിൽക്കുന്ന പാൻ കെയും ഒരുമാതിരി നോക്കിയാണ് അവൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അച്ഛന്റെ വീട്ടിൽ അവളെ ഡ്രോപ്പ് ചെയ്യാനായിട്ടാണ് അവൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ കാറിൽ പോകുന്ന ടീം അവളുടെ ചിന്ത മുഴുവൻ എന്തായിരിക്കും ആ ബാഗിൽ, എന്തിനായിരിക്കും അവൻ അയാൾക്ക് കാശ് കൊടുത്തത്. ദൈവമേ ബാഗില് ലഹരി മരുന്നൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഇനി ആ ശീലം ഇവനുണ്ടോന്നല്ല അവളിങ്ങനെ ടെൻഷനായി ഒടുക്കം അവനോട് ചോദിക്കുന്നുണ്ട് ആരായിരുന്നു അത്, എന്താ ബാഗില്, എവിടെയായിരുന്നു ജിൻ ഇത്രയും ദിവസം, കുറച്ചു ദിവസമായല്ലോ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് തന്നെ അവിടെ നടത്തുമ്പോ അത് കേട്ടിരിക്കുന്നവൻ ചോദ്യം എല്ലാം കഴിഞ്ഞു ഒന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാതെ ആരാ പയ്യൻ എന്നവൻ ചോദിക്കുമ്പോൾ അതെന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് അവളും പറയുന്നുണ്ട്. കുറച്ച് സൂക്ഷിച്ചൊക്കെ ഇരുന്ന് കെയർഫുൾ ആയിരിക്കുമെന്ന് മാത്രമേ അവൻ അതിന് മറുപടി കൊടുക്കുന്നുള്ളൂ. അങ്ങനെ അവളെ അച്ഛന്റെ വീട്ടിൽ അവൻ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. മുന്നേ ജിൻ സംസാരിച്ച ആൾ ആരായിരുന്നെന്നോ ബാഗിൽ എന്തായിരുന്നെന്നോ അയാൾ എന്തിനാണ് ജിന്നിനെ ടോക്കി എന്ന് വിളിച്ചത് എന്നിങ്ങനെ പല ചോദ്യങ്ങൾ അവൾ ചോദിച്ചെങ്കിലും അതിനൊന്നും ഉത്തരം അവൻ കൊടുത്തതേയില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മൂ ഇപ്പോഴേ ജിന്നിനെ കാണാനായി ഗ്യാരേജിന്റെ അവിടേക്ക് എത്തുന്നുണ്ട്. എവിടെ ജിന്നെന്ന് ഇങ്ങനെ കണ്ണ് പരതിക്കൊണ്ടാണ് അവൾ വരുന്നതെങ്കിലും കാണുന്നത് സാൻലി ആണ്. കുറെ നാളായാലോ കണ്ടിട്ട് എന്താ ഈ വഴിക്കുന്ന അവൻ അവളോട് ചോദിക്കുമ്പോൾ ഞാൻ ലൈറ്റ്നിങ്ങിനെ കാണാൻ വന്നതാണെന്ന്, മറ്റേ പട്ടിക്കുട്ടിയില്ലേ അതിനെ കാണാൻ വന്നതാണെന്ന് അവളിങ്ങനെ പറയുന്ന ടീം ഓ പട്ടിക്കുട്ടിയെ കാണാൻ വന്നതല്ലേ, ഫ്രണ്ടിനെ കാണാൻ വന്നതല്ല അല്ലേ എന്ന് അവൻ ഇങ്ങനെ കംപ്ലൈന്റ് പറയുമ്പോ പിണങ്ങല്ലെന്നേ, ഞാനിപ്പോ ഇവിടെ വന്നില്ലേ, അല്ല എവിടെ ജിന്ന്, എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ ബിസിനസ് ഒക്കെ കുഴപ്പമില്ല, എല്ലാരും ഇപ്പൊ ലേറ്റ് ആയിട്ടൊക്കെ ജോലിക്ക് വരുന്നതെന്ന് അവൻ പറയുമ്പോ അപ്പൊ ജിൻ എന്ത് ചെയ്യും, ജിൻ സാധാരണ രാവിലെ എണ്ണിക്കുന്നല്ലേ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോ അവൻ എപ്പോഴും രാവിലെ എണ്ണിക്കും, അപ്പൊ ഇവിടെ ഇല്ല ആളെന്നെല്ലാം. പക്ഷെ അവിടെ ജിന്നിനെ കാണാത്തതിനെ തുടർന്ന് മൂ ചോദിച്ചോണ്ട് നിൽക്കുമ്പോ ആക്ച്വലി ജിൻ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഈ സംസാരം ഒക്കെ കേൾക്കുന്നുണ്ട്. അത് സാൻലിയും ശ്രദ്ധിക്കുന്നു. പക്ഷെ അവൾ അത് കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നവൻ അവിടെ ജിൻ നിൽക്കുന്നത് മൂവിനോട് പറയാതെ കണ്ണ് കാണാത്ത ഒരാൾക്ക് മാത്രമേ നിന്നെ റിജക്ട് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുമ്പോ ഓ അപ്പൊ ജിന്നിന് കണ്ണ് കാണുന്നില്ല എന്ന് തോന്നുന്നു അവൾ നെടുവീർപ്പിടുന്നുണ്ട്. അതും ജിൻ കേൾക്കുന്നുണ്ട്. സാൻലി വീണ്ടും അല്ല ജിൻ എന്നെ ഇവിടെ കയറ്റിയില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടാൻ നോക്കിയാൽ നീ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോ ഞാൻ ജോക്ക് പറയും, പാട്ട് പാടും, എന്തെങ്കിലുമൊക്കെ മാജിക് ട്രിക്സ് കാണിക്കും, ഇനി അതൊന്നും ഏറ്റില്ലെങ്കിൽ ഞാൻ കൊച്ചിലെ ബാലറ്റ് ഡാൻസ് പഠിച്ചതാ, ഞാൻ ആ ഡാൻസ് കളിച്ച് കാണിക്കും, അത് കണ്ടെങ്കിലും ഇംപ്രസ്ഡ് ആയി എന്നെ ഇവിടെ നിർത്തുന്നെല്ലാം അവൾ പറയുമ്പോ അതും ജിൻ കേൾക്കുന്നുണ്ടായിരുന്നു. സാൻലി വേഗം വേണ്ടാ നിനക്ക് വേണ്ടി ഡാൻസ് കളിക്കാനും റെഡിയാണെന്ന് പറയുന്നു എന്ന് ഉറക്കെ പറയുമ്പോഴാണ് ജിൻ അവിടെ നിന്ന് ഇതൊക്കെ കേട്ടിരുന്നു എന്ന കാര്യം മൂവിനും മനസ്സിലാവുന്നത്. എന്തായാലും ജിന്നാകട്ടെ മൂവിനോട് എങ്കിൽ ഒന്ന് ഡാൻസ് കളിച്ച് കാണട്ടെ എന്ന് പറയുമ്പോഴേക്കും കൂട്ടത്തി അവളെ കളിയാക്കിക്കൊണ്ട് ലിറ്റിൽ സ്വാൻ എന്നും വിളിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന അവൾ പെട്ടെന്ന് ആകെ പടച്ചമ്മി അവിടെ നിന്ന് ഓടിപ്പോന്നു. ഈ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡാൻസ് ചെയ്ത പോവാണെന്ന് സാൻലിയും അവസരം മുതലാക്കി മൂവിനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ജിന്നിന് ഇതൊക്കെ കണ്ടിട്ട് ചിരി വന്നിട്ടും വയ്യ. അങ്ങനെ അന്ന് രാത്രി ജിന്നാകട്ടെ മൂവിനെ ഇങ്ങനെ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടീം അവളെ പറ്റി തന്നെ ആലോചിക്കുന്നു. എത്രയോ നാളുകൾക്ക് ശേഷം അവളെ കണ്ടപ്പോ ഒന്നും തന്നെ മാറിയിട്ടില്ല. അവൻ ഇപ്പോഴും അവൾ വളരെ വളരെ സ്പെഷ്യലാണ്. എത്രത്തോളം അവൻ ഹാപ്പിയാണ് അവളുടെ പ്രസൻസിൽ. പക്ഷെ അവന്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും അവളോട് തുറന്നു പറയാനെങ്കിൽ പറ്റില്ല, അതിന് സാധിക്കുമോ എന്നിങ്ങനെ പലതും അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സത്യത്തിൽ അവളിപ്പോ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവനെ തിരഞ്ഞു വന്നത് അവന് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഒരിക്കലും അവൻ അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ ശീലങ്ങള്, അവളുടെ ഇഷ്ടങ്ങള്, അവളുടെ സൗണ്ടിന്റെ ആ ഒരു മോഡുലേഷൻ പോലും വർഷങ്ങൾ കഴിഞ്ഞും അവളെ കാണുമ്പോൾ അവന്റെ മനസ്സിൽ അതുപോലെ പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതൊന്നും തന്നെ മാറിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വർഷങ്ങൾക്കിടയിൽ അവളെ ഓർക്കാൻ ഈ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അവൾ അവന്റെ ഓർമ്മയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു. ഒരിക്കലും മറവിയിലേക്ക് വീണു പോകാത്ത ഒരു ഭാഗം. പറയാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒരു ടൈം കിട്ടുമ്പോൾ പറയണം എന്ന്
തന്നെ അവനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് അടുത്ത ദിവസം ജിന്നാകട്ടെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അച്ഛൻ അവന് ഡെലിവറി ജോലി നൽകിയിരിക്കുകയാണല്ലോ, റേസിന് അവനെ തയ്യാറെടുപ്പിക്കുക, പ്രാക്ടീസ് ചെയ്യിക്കുക എന്ന പേരിൽ. അങ്ങനെ ആദ്യമൊക്കെ ഈ ഒരു ഡെലിവറി റേസിംഗ് കാറിൽ കൊണ്ട് നടന്നു കൊടുക്കുക എന്നത് അവനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നെങ്കിലും ഇപ്പൊ അവനത് കറക്റ്റ് ആയി ടൈമിൽ തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട്. അതിനുശേഷം അച്ഛന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അച്ഛൻ വണ്ടിയുടെ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം റിമൂവ് ചെയ്യാണ്. ഇത് കണ്ടവൻ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ ഈ ഒരു കാറിന്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഡിപ്പെൻഡ് ചെയ്യാതെ നിന്റെ ഫൂട്ടിൽ കൺട്രോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, എന്നാലേ അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന റോൾ ഓവറുകളെയും മറ്റും നിനക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെ അച്ഛൻ പറയുമ്പോൾ, അല്ലേലേ ഈ ബ്രേക്ക് ഒന്നും എനിക്കൊരു യൂസും ഇല്ലാത്ത സാധനം, അതിപ്പോ എടുത്തു മാറ്റിയാൽ എനിക്ക് എന്താണെന്ന് മറ്റുള്ള അവൻ അത് കേട്ട് ചിരിക്കുന്നുണ്ട്. ഒരു നല്ല ഡ്രൈവർ അയാളുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലാതെ ഈ കണ്ട മെഷീനറീസിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്നും അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നിന്നെ ഞാൻ ഈ ഡെലിവറി ജോലിക്ക് ആദ്യം വിട്ടപ്പോൾ നിനക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, സമയത്ത് ഓരോ സ്ഥലത്തും എത്തി ഫുഡ് ഡെലിവറി ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ആ പ്രാക്ടീസിലൂടെ കണ്ടിന്യൂസ് ആയി അതേ കാര്യം ചെയ്ത് നീ ഇംപ്രൂവ് ആയി. ഇപ്പൊ നീ കൂടുതൽ ഫാസ്റ്റ് ആയി സ്മൂത്ത് ആയി തീർക്കേണ്ട സമയത്തിന് മുന്നേ ഈ ജോലി തീർക്കുന്നു. അത് വലിയൊരു പ്രോഗ്രസ് ആണെന്നും അച്ഛൻ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും പിന്നീട് ഗ്യാരേജിലേക്ക് എത്തുന്ന മൂവാട്ടെ അവിടെ ഇപ്പോഴും കീ ചെയിൻ തപ്പാണ്. പക്ഷെ അപ്പോൾ അവളുടെ കയ്യിൽ പെടുന്നത് കീ ചെയിൻ അല്ല, മറ്റൊരു സാധനമാണ്. എന്താണെന്ന് കൂട്ടുകാർക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ വേഗം കമന്റ് ഇട്ടോ. ഞാൻ ഇപ്പൊ പറയത് കമന്റ് ഇട്ടോ എങ്കിൽ പറയട്ടെ. മറ്റൊന്നുമല്ല, മുന്നേ ജിൻ വരച്ചില്ലേ മൂവിന്റെ ഒരു സ്കെച്ച്, അതാണ്. അതിൽ അവളെ ഇങ്ങനെ അവൻ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ട് അവൾ വളരെ ഹാപ്പി ആവുന്നുണ്ട്. വേഗം തന്നെ അതിന്റെ ഒരു ഫോട്ടോ മൊബൈലിൽ എടുക്കുന്നു. അതിനുശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ അവിടെ ജോലി ചെയ്യാണ്. അവനെ ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നവൾ, എന്നെ രഹസ്യമായി പടമൊക്കെ വരച്ചു വെച്ചേക്ക കൊച്ചു കള്ളൻ, ഇതിപ്പോ ഞാൻ ചോദിച്ചാലും എന്തായാലും സമ്മതിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഉടായ്പ പറഞ്ഞ് എസ്കേപ്പ് ആവാൻ നോക്കും. എന്തായാലും എനിക്ക് ഡ്രോയിങ് വളരെയധികം ഇഷ്ടപ്പെട്ടു, എന്റെ വക ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അവളിങ്ങനെ അവനെ നോക്കിക്കൊണ്ട് മനസ്സിൽ എന്തോ പ്ലാൻ ചെയ്യാണ്. അതിനുശേഷം മൂവാട്ടെ ഡ്രിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആദ്യം അവൾ പ്രാക്ടീസ് ചെയ്യുന്നത് സാൻലിയുടെ ട്രക്കിലാണെങ്കിലും അത് ഡ്രിഫ്റ്റിംഗിനൊന്നും അത്ര പറ്റുന്നതല്ല എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അപ്പോഴേക്കും നാന നീ എന്റെ കാറിൽ പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞ് കാർ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായി മൂവിന് കൊടുക്കുന്നു. ഇവിടെ അങ്ങനെ മൂ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി തകൃതിയില്ല ഡ്രിഫ്റ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ലിൻ നേരെ ഒരു 18+ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അവിടെ റൂം എടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനായി അഡൽട്സിന് പറ്റും. അവനിപ്പോ അവിടേക്ക് എന്തിനാ എത്തിയെന്ന് നോക്കിയാൽ ലിയാങ്ങിനെ അന്വേഷിച്ചാണ്. മറ്റേ റേസർ പയ്യനില്ല അവനെ. ലിയാങ് അവിടെ ഒരു റൂമിനകത്ത് ഉണ്ടായിരുന്നു. ഇവൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ഇടാ നീ എന്ത് ഇവിടെ വന്നിരിക്കുന്നത്, എഴുന്നേറ്റ് പോകാനേ. ലിയാങ് പറയുമ്പോൾ എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കണം, ഞാൻ വെയിറ്റ് ചെയ്യാം, നീ വേഗം കഴിഞ്ഞിട്ട് വാ, 1 മിനിറ്റ് സമയം തരാന്ന് പറയുമ്പോൾ 1 മിനിറ്റ് ഒന്നും പറഞ്ഞ് ലിയാങ് ആ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ പറഞ്ഞു വിട്ട ശേഷം ലിന്നിനോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ റേസിൽ നീ ജയിച്ചതിനെ പറ്റി അറിയേണ്ടത്. ആ തോറ്റ പയ്യനില്ലേ, അവൻ എങ്ങനെ അപ്പൊ തോറ്റത്, നീ എങ്ങനെ അപ്പൊ ജയിച്ചത് എന്നിങ്ങനെയെല്ലാം ചോദിക്കുമ്പോൾ ആരെ പറ്റി നീ ചോദിക്കുന്നതെന്ന് ലിയാങ് മനസ്സിലാവാതെ ചോദിക്കുമ്പോൾ ജിന്നിനെ പറ്റിയാണെന്ന് പറയുന്നു. ഓ ബ്രാൻഡിയോ, അവൻ തോറ്റില്ല, അവൻ 3rd പ്ലേസിലാണ് എത്തിയത്. ആക്ച്വലി ആ ഗാരേജ് ഓണറിന്റെ ആളുകൾ അവിടെ വന്ന് കുറച്ച് ഡേർട്ടി ട്രിക്സ് ഇറക്കി, വെള്ളമൊക്കെ ട്രാക്കിൽ ഒഴിച്ച്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ജിന്ന് 3rd ഒതുങ്ങില്ലായിരുന്നു, അവൻ ഫസ്റ്റ് അടിച്ചാന്. അവന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അന്ന് അവർ നടത്തിയ ആ ഒരു ചതിക്കുഴിയിൽ വീഴാതെ അവന് 3rd എങ്കിലും വരാനായി സാധിച്ചത്. അവന് റേസിംഗ് കാറിലെ ചില മോഡിഫിക്കേഷൻസിന് വേണ്ടി കുറച്ച് പാർട്സ് വേണമായിരുന്നു, അത് കിട്ടിയില്ല. അത് കിട്ടിയായിരുന്നെങ്കിൽ അവനെ പിടിച്ചാൽ കിട്ടില്ലായിരുന്നു. ഫസ്റ്റ് തന്നെ അവൻ തീർച്ചയായും അടിച്ചാൻ. അവൻ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണെന്നല്ല, ജിന്നിനെ പറ്റി വളരെ നല്ല അഭിപ്രായം ലിയാങ് പറയുമ്പോഴാണ് ജിന്നിന് ബ്രാൻഡി എന്നൊരു ഇരട്ടപ്പേരുണ്ടെന്ന കാര്യം ലിൻ അറിയുന്നത്. ഒപ്പം തന്നെ അവന് പാർട്സ് വേണോ, എന്ത് പാർട്സ് ആ കാറിന് വേണ്ടി അവൻ അന്വേഷിക്കുന്നതെന്നെല്ലാം ലിൻ ചോദിക്കുമ്പോൾ റീഇൻഫോഴ്സ്ഡ് സീൽസും റീഇൻഫോഴ്സ്ഡ് സെന്റർ ഷാഫ്റ്റും ആണ് വേണ്ടത്. പക്ഷെ അവൻ അത് കുറെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അവന് എക്സെപ്ഷണൽ ആയ കൺട്രോളും പവറും അഡാപ്റ്റബിലിറ്റിയും ഉണ്ട്. അവന്റെ ആ ഒരു റേസിംഗ് സ്റ്റൈല് ഒരിക്കലും ഒപ്പോണന്റിന് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. അന്ന് തന്നെ ബാക്ക്വേർഡ് ഡ്രൈവ് ചെയ്ത് അവൻ എത്ര വിദഗ്ധമായിട്ടാണെന്നറിയോ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തി നിന്നത്. അത് പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവിടെ എങ്ങും ആ ഒരു പാർട്സ് കിട്ടാനേ ഇല്ല. അവൻ കുറെ അന്വേഷിച്ചു. അതിന് വേണമെങ്കിൽ അവൻ എവിടെന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അവൻ അങ്ങനെ അത് കിട്ടരുതെന്ന് ഉദ്ദേശിച്ച് ആരും അവനിട്ട് പണിഞ്ഞു കണക്കാ എനിക്ക് തോന്നുന്നത്. ഇപ്പോഴൊക്കെ ആ പാർട്ടി കൺട്രിയിൽ അവൈലബിൾ ആവുന്നോ അപ്പോഴൊക്കെ ആരും അത് ജിന്നിന് കിട്ടാതിരിക്കാനായി വാങ്ങി മാറ്റുന്നുണ്ട്. എന്തായാലും നീ ആ പാർട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അയച്ചു തരാനേ ലിൻ പറയുമ്പോൾ ഞാൻ അയക്കില്ലാന്ന് ലിയാങ് പറയുന്നുണ്ട്. ഒരു പക്ഷെ ഇനി ലിൻ എന്തിനാണ് ഇത് അന്വേഷിക്കുന്നതെന്ന് ലിയാങ്ങിന് അറിയില്ലല്ലോ. ഞങ്ങൾ അത് വലിയ കാശുകാരനായ ലിൻ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുത്തി ജിന്നിനെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും എന്ന തോന്നൽ കൊണ്ടാണോ എന്തോ ഞാനത് അയച്ചു തരില്ല എന്ന് തന്നെ ലിയാങ് പറയുമ്പോൾ അവിടെ ഊരിയിട്ടിരുന്ന ലിയാങ്ങിന്റെ ഡ്രസ്സ് എടുക്കുന്ന ജിൻ അത് വിൻഡോ വഴി പുറത്തെറിയുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ വേറെ വഴിയില്ലാണ്ടത് അയച്ചു കൊടുക്കാനായി ലിയാങ് തയ്യാറാവുന്നു. കൂടാതെ ആ ടീം ഒരു നാവിഗേറ്ററും റേസിന് വന്നപ്പോൾ ഞാൻ ജിന്നിന്റെ കൂടെ കണ്ടിട്ടുണ്ട്. അതൊരു പെണ്ണായിരുന്നു, അവളുടെ പേര് മൂന്നോ മറ്റോ ആയിരുന്നു. അന്ന് പാർട്ടിക്കിടയിൽ ബോധം പോയപ്പോ നീ അല്ലേ അവളെ ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ലിയാങ് സംസാരിക്കുമ്പോൾ മൂവിന്റെ കാര്യമാണെന്ന് ലിന്നും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞ ലിൻ അവിടെ ഡ്രസ്സ് ലിയാങ്ങിനെ തിരിച്ചു കൊടുത്തിട്ട് നീ വാ എനിക്ക് ആ മൂവിനെ കാണാൻ പോണെന്നും പറഞ്ഞ് ലിയാങ്ങിനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതേ ടീം ഡ്രിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ മൂ. അവളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഓട്ടോമാറ്റിക് കാറാണ്. ആനയുടെ കാറാണുള്ളത്. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എനിക്ക് ഡ്രിഫ്റ്റിംഗ് അങ്ങനെ നന്നായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊരു മാനുവൽ കാറാ വേണ്ടതെന്ന് മൂ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലിന്നിന്റെ സ്റ്റൈലും കാറിന്റെ എൻട്രി. കാർ കാണുമ്പോഴേ വന്നത് ലിന്നാണെന്ന് മനസ്സിലാക്കുന്ന ഞാനാ എന്റെ കസിൻ വരുന്നുണ്ട്. ഞാനൊരു നമ്പർ
ഇറക്കാം, നീ ഒന്ന് കട്ടയ്ക്ക് കൂടെ നിന്നേക്കണം, നിനക്ക് കാർ ഇപ്പൊ സെറ്റ് ആവുന്ന ഒരു ഐഡിയ ഇടുന്നുണ്ട്. ഇവൾക്ക് ഡ്രിഫ്റ്റിംഗ് ഒന്ന് പഠിക്കണം, ഒന്ന് കാർ കൊടുക്കോ പ്ലീസ്, നീ ഒരു നല്ല റേസറല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നല്ല ഞാൻ ചോദിക്കുമ്പോൾ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലെന്നല്ല തന്റെ കാറിൽ തന്നെ ഡ്രിഫ്റ്റ് പഠിക്കണം എന്ന രീതിയിൽ അല്ലെ തന്നോട് തന്നെ അത് ഹെൽപ്പ് ചോദിക്കണം എന്ന രീതിയിൽ ജിൻ എവിടെ എന്ന ആ ഒരു ചോദ്യം ഒളിപ്പിച്ചുകൊണ്ട് അവളോട് ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ കൂടെ കാറിൽ വന്നപ്പോ ആ കാറിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് വളരെ ഇംപ്രസീവ് ആയിരുന്നു, ഞാൻ കണ്ടിട്ടുള്ളത് മോസ്റ്റ് ഇംപ്രസീവ് ഡ്രൈവർ ലിൻ ആയതുകൊണ്ടാണ് ഒരു ഹെൽപ്പ് ചോദിക്കുന്നതെന്ന് അവൾ പറയുമ്പോൾ ആ പ്രശംസ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് സമ്മതിക്കാന്ന് പറയുന്നവൻ, പക്ഷെ എന്റെ വണ്ടിയിൽ കുറച്ച് ഹെവി പാർട്സ് ഒക്കെ ഘടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നിനക്കത് ഡ്രിഫ്റ്റ് ചെയ്യാൻ പാടായിരിക്കും, അതുകൊണ്ട് ഇവന്റെ കാറിൽ നമുക്ക് ഡ്രിഫ്റ്റിംഗ് പഠിക്കാന്ന് പറഞ്ഞു ലിയാങ്ങിന്റെ കാർ എടുക്കാന്ന് പറയുമ്പോഴേക്കും, പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ടാന്ന് അവൾ പ്രത്യേകം പറയുമ്പോൾ, വേറെ ആരെയാ നീ ഉദ്ദേശിച്ചതെന്ന് അപ്പോഴും ജിന്നിന്റെ കാര്യം ഉള്ളി വെച്ചുകൊണ്ട് ലിൻ ചോദിക്കുമ്പോൾ, അല്ല നമ്മളല്ലേ ഇവിടെ ഉള്ളൂ, അപ്പൊ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് അവൾ വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ ലിയാങ്ങിന്റെ കാർ എടുക്കാനായി പോകുമ്പോഴേക്കും ലിയാങ് ആകട്ടെ, എന്റെ കാർ എന്തിനാ എടുക്കുന്നത്, അതും ഇവളാകട്ടെ ആ ഒരു ബ്രാൻഡിയുടെ ഗേൾ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു, നിനക്ക് എന്തിന്റെ കേടാ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നല്ല ലിന്നിനോട് ചോദിക്കുമ്പോൾ, എനിക്കറിയാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന്, പിന്നെ നീ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വീഡിയോ റെക്കോർഡ് പിടിച്ചു വെച്ചോ എന്നും ലിൻ പറയുമ്പോൾ, ഇനി അതൊക്കെ ജിന്നിനെ കാണിച്ച് അവന്റെ അടുത്ത് ഷോ കാണിക്കാനാണോന്നെല്ലാം ലിയാങ് ഓർക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ലിൻ മൂനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനത്തെ ഡ്രിഫ്റ്റിംഗ് ആണ് പഠിക്കേണ്ടതെന്ന്. ആ ടീം അവൾ, എനിക്കൊരു ഹൊറിസോണ്ടൽ 3 ആണ് പഠിക്കേണ്ടത്, അതിന്റെ 2 ടെയിൽസും കണക്ട് ആവുന്ന കണക്ക് ഒരു ചെറിയൊരു സെമി സർക്കിൾ കണക്ക് ഇങ്ങനെ വേണമെന്നെല്ലാം അവൾ പറയുമ്പോൾ, അവൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാർ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ടയറിന്റെ പാടുകൊണ്ട് ഈ ഹൊറിസോണ്ടലായി 3 വരച്ച് അതിന്റെ 2 അറ്റവും കൂട്ടിമുട്ടുന്ന രീതിയിൽ ഒരു ഹാർട്ട് അവിടെ വരച്ചെടുക്കാൻ സാധിക്കണം എന്നതാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ഇൻട്രസ്റ്റ് ഇന്ന് വരെ ആരും പ്രകടിപ്പിച്ച് ഞാൻ കേട്ടിട്ടില്ല, എന്നാലും വല്ലാത്ത ഇൻട്രസ്റ്റ് തന്നെയെന്ന് അവനും പറയുന്നുണ്ട്. സാധാരണ ആൾക്കാർ വേറെ ഓരോ ഷേപ്പിലൊക്കെയാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്, ഇവൾ പെട്ടെന്ന് ഹാർട്ട് എന്നത് ഡയറക്റ്റ് ആയിട്ട് പറയാതെ ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ 3 വരയ്ക്കണം, അതിന്റെ വാൽ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവൾ ഹാർട്ടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല എന്നാണ് കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയുടെ വിചാരം. അങ്ങനെ ഇപ്പൊ വീണ്ടും അച്ഛന്റെ അടുത്ത് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ജിൻ. അവന് റേസിന് വേണ്ടി ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്ന പണ്ടത്തെ വലിയ റേസറായ ഈ അച്ഛൻ പക്ഷെ ഫാൻസിയായി സാധാരണ രീതിയിലെ ട്രെയിനിങ് റേസേഴ്സ് എടുക്കുന്നത് കണക്കല്ലാണ്ട് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യിക്കുന്നത്. ഇപ്പൊ തന്നെ കയറ് കൊണ്ടെന്ന് അവന്റെ കൈ സ്റ്റിയറിംഗ് വീലുമായി കെട്ടുകയാണ് ഇദ്ദേഹം. അത് എന്തിനാണെന്ന് അവൻ അന്തം വിടുമ്പോഴേക്കും അവനെ സ്റ്റിയറിംഗിനെ കൂടുതൽ പ്രിസൈസ് ആയി കൺട്രോൾ ചെയ്യാനായി ഈ ഒരു പ്രാക്ടീസ് സഹായിക്കുമെന്നും അതുവഴി അവന് ടേൺസ് ഫാസ്റ്ററായും എടുക്കാൻ സാധിക്കുമെന്നും അവന്റെ മസിൽ മെമ്മറി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്നും എല്ലാം അച്ഛൻ പറയുന്നുണ്ട്. അതെ, അവന്റെ ഈ ട്രെയിനിങ്ങിന്റെ ഓരോ സംഭവ വികാസങ്ങളും അദ്ദേഹം റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്താണ് അവന് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുത്ത പ്രകാരം അവൻ അങ്ങനെ കൈ സ്റ്റിയറിംഗിൽ കെട്ടി അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ മലമുകളിൽ പോയി. പക്ഷെ അവനെ കൊണ്ട് ആദ്യമൊക്കെ അത് വളരെ പാടായിരുന്നെങ്കിലും പ്രാക്ടീസ് ചെയ്ത് അവൻ അത് പെർഫെക്റ്റ് ആയി തന്നെ കൺട്രോൾ ചെയ്ത് ഹാൻഡിൽ ചെയ്യാനായി സാധിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ജിൻ റേസിന് വേണ്ടിയുള്ള പ്രാക്ടീസ് അച്ഛൻ്റെ അണ്ടറിൽ നടത്തുന്ന ഇതേ ടീം തന്നെ ലിയാങ്ങിന്റെ പച്ച റേസിംഗ് കാറിൽ ലിൻ മൂവിന്റെ ആഗ്രഹം പോലെ തന്നെ എങ്ങനെ ഒരു ഹൊറിസോണ്ടൽ 3 ഷേപ്പ് ഇട്ട് ഒരു ഹാർട്ടിന്റെ ഷേപ്പിൽ അവിടെ ഡ്രിഫ്റ്റ് ചെയ്യണം എന്നത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഓരോരോ സ്റ്റെപ്പായി. അവൻ ആദ്യം കുറച്ച് കാണിച്ചു കൊടുത്ത ശേഷം അവൾക്കത് പ്രാക്ടീസ് ചെയ്യാനായി കൊടുക്കുമ്പോഴേക്കും അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയല്ലേ അവൻ, അതുകൊണ്ട് തന്നെ അവളുടെ ദേഹത്തൊക്കെ തൊടുന്നുണ്ട്. കൈ ഇങ്ങനെ വെക്കണം, ഷോൾഡർ ഇങ്ങനെ ഡൗൺ ചെയ്യണം, അപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവൻ വളരെ ക്ലോസ് ആയിരുന്നു ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ പുറത്തു നിന്ന് നാനയും ലിയാങ്ങും കാണുന്നുണ്ട്. ലിയാങ് അത് പ്രത്യേകമായി ലിൻ മുന്നേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞില്ലേ, അതേപോലെ അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരു ഡൗട്ട് നാനയ്ക്ക് തോന്നുമ്പോൾ അവളത് ലിയാങ്ങിനോട് ചോദിക്കുന്നുണ്ട്. എന്നോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, നിന്റെ കസിൻ ലിന്നിനോട് തന്നെ ചോദിക്കുക, അവന്റെ ആവശ്യപ്രകാരം റെക്കോർഡ് ചെയ്യുന്നതെന്ന് ലിയാങ്ങും പറയുന്നു. അങ്ങനെ അവൻ പറഞ്ഞു കൊടുത്ത പ്രകാരം അവൾ അവിടെ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നുണ്ട്. അതിൽ ഇംപ്രസ്ഡ് ആവുന്ന അവൻ, ഈ ചൈനീസ് ഗേൾസ് അല്ലല്ലേ എന്റെ ഫേവറേറ്റാ, നീ ഇപ്പോൾ ഈ ഡ്രിഫ്റ്റിംഗിലൂടെ എന്നെ ഇംപ്രസ് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കും ഹാൻഡ്സം ആയിട്ടുള്ള ബോയ്സിനെ വളരെ ഇഷ്ടമാണെന്ന് അവൾ മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ആ ഒരു പ്രാക്ടീസിനൊക്കെ ശേഷം ലിന്നും ലിയാങ്ങും അവിടെ നിന്ന് പോകുമ്പോൾ ലിന്ന് നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ടോ എന്നൊരു ഡൗട്ട് എന്ന് ഞാൻ പറയുന്ന ടീം ഇഷ്ടമൊന്നുമില്ല, മറിച്ച് ഇഷ്ടമുള്ള കണക്ക് അഭിനയിക്കുകയാണെന്ന് ലിന്നിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. അവൻ അതുകൊണ്ടാണ് തന്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയൊക്കെ അഭിനയിക്കാൻ നോക്കുന്നതെന്നെല്ലാം കറക്റ്റായി മൂ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ കാണുമ്പോൾ അച്ഛൻ അവനൊരു ഡിഷ് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗുഡ് ഡിഷ് ഡിപ്പെൻസ് ഓൺ അതിന്റെ ചൂട്, അതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതിന് നൽകിയിരിക്കുന്ന സീസണിങ്, അങ്ങനെ പല കാര്യവും. അതേപോലെ തന്നെ ഒരു കാറിന്റെ ഗ്രിപ്പ് അതിന്റെ ആക്സിലറേഷനെയും ബ്രേക്കിങ്ങിനെയും സ്റ്റിയറിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. മുന്നേ ഡിഷിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ചൂടും സീസണിങ്ങും ഇൻഗ്രീഡിയന്റും ആവശ്യത്തിന് വേണ്ട രീതിയിൽ ഒത്തിണങ്ങി വന്നാലേ അത് നല്ലൊരു ഡിഷ് ആവും. അതേ കണക്കാണ് ഡ്രൈവിങ്ങും. ഞാൻ ഈ പറഞ്ഞ ആക്സിലറേഷനും ബ്രേക്കും സ്റ്റിയറിങ്ങും ഒരേപോലെ ആവശ്യത്തിന് കട്ടിക്ക് നിൽക്കണം. ആ ഒരു കാര്യം ആലോചിച്ച് പോയി പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന് പറഞ്ഞ് ആ ഒരു ഡിഷ് കഴിക്കുമ്പോൾ
കഴിക്കാനായി കൊടുത്തവനെ അവനെ പ്രാക്ടീസ് ചെയ്യാനായി വിടുമ്പോൾ മുന്നേ പ്രാക്ടീസ് ചെയ്തപ്പോൾ വരുത്തിയിരുന്ന ചെറിയ തെറ്റുകൾ പോലും ഇപ്പൊ അച്ഛൻ നൽകിയ ആ ഒരു ഉപദേശം ഫോളോ ചെയ്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ അവന് മറികടക്കാനായി സാധിക്കുന്നുണ്ട്. എസ്കർവ് ഒക്കെ വരുന്ന ടീം നല്ല ചൂടുള്ള ഒരു പാത്രം നമ്മൾ പെട്ടെന്ന് കരിയാതിരിക്കാനായി അതിലെ മോയ്സ്റ്റ് ഒക്കെ ലോക്ക് ചെയ്യാനായും ആ ഒരു കുക്ക് ചെയ്യുന്ന മീറ്റ് വളരെ ടെൻഡറായി കുക്ക് ചെയ്തെടുക്കാനും ഒക്കെ വേഗം സ്റ്റിർ ഫ്രൈ ചെയ്യില്ലേ, അതേ കണക്ക് എസ്കർവ് വരുന്ന ടീം അതിനെ ഒരു കർവായി കണക്കാക്കാതെ സ്ട്രെയിറ്റ് ലൈനായി കൺസിഡർ ചെയ്ത് ബ്രേക്കിംഗ് കുറച്ച് ലേറ്റ് ആക്കി ആവശ്യത്തിന് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തങ്ങ് കൊണ്ടുപോകണം എന്നെല്ലാം അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് അവൻ ഇപ്പോൾ ചെയ്യുമ്പോൾ അവൻ എസ്കർവ് ഒക്കെ വളരെ ഈസി ആയി കടന്നു പോകാനായി സാധിക്കുന്നുണ്ട്. ലേറ്റ് ആയാൽ ഒരു റേസിൽ ആ ഒരു ലേറ്റ് മതി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ ഒരു സ്ഥാനം മാറി മറിയാനായി. പക്ഷെ കറക്റ്റ് ആയി കടന്നു കഴിഞ്ഞാൽ റേസർക്ക് അത് വലിയൊരു ബെനിഫിറ്റ് ആണ്. എന്തായാലും അച്ഛൻ പറഞ്ഞു കൊടുത്ത കണക്ക് അവൻ എല്ലാം ചെയ്യാനായി സാധിക്കുമ്പോൾ അവൻ വളരെ ഹാപ്പിയായി അച്ഛനെ ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അമ്മ അച്ഛന്റെ അടുത്തേക്ക് എത്തി. ലിൻ എന്നൊരാളെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് വരുന്നുണ്ട്. ആൾക്ക് മൂന്നും ഇടയിൽ എന്തോ ഉണ്ടെന്ന് ഡൗട്ട് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഓ ആ ഡംപ്ലിങ്സിന് ഉപ്പ് കൂടുതലാന്ന് പറഞ്ഞ് തുപ്പിട്ട് പോയ അയാളല്ലേ, അയാൾ വരുന്നുണ്ട് മൂന്ന് വേണ്ടിയിട്ടൊന്നും അല്ല ജിന്നിന് വേണ്ടിയിട്ടാ, ആളൊരു റേസറാ എന്നിങ്ങനെ ഇയാൾ പറയുമ്പോഴേക്കും എപ്പോഴും കള്ളു കുടിച്ച് നടക്കുന്ന ഇയാള് കടയിലെ ഒരു മൂലയ്ക്ക് ബോധമില്ലാണ്ട് കള്ളു കുടിച്ച് കിടക്കാന്നൊക്കെയാ ഇവർ വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അല്ലേന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ അല്ല അയാളിങ്ങനെ വരുന്ന കാര്യമൊക്കെ നമ്മള് ജിന്നിന്റെ അടുത്ത് സൂചിപ്പിക്കണ്ടേ, അവൻ എന്തെങ്കിലും പ്രശ്നമാവും എന്നൊക്കെ പറയുമ്പോൾ വേണ്ട, എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനേ അവനറിയാം, അവൻ തന്നെ നോക്കിക്കോളൂന്നും അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം നമ്മൾ കാണുന്നത് ജിൻ മൂവിന്റെ സ്കൂളിൽ ആ ഒരു ഓപ്പൺ ഡേക്ക് വേണ്ടി ചെല്ലുന്നതാണ്. അവിടെ അവനിങ്ങനെ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞെത്തുന്ന അവളുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ജിന്നിനെ കണ്ട് ആര് ഈ ഹാൻസം സ്റ്റുഡന്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കമന്റ് അടിക്കുമ്പോൾ അത് എന്റെ ഓപ്പൺ ഹൗസിന് വന്നതാണെന്ന് അവള് പറയുമ്പോൾ എങ്കിൽ നീ ഒന്ന് എന്നെ പരിചയപ്പെടുത്തുന്ന പറയുന്ന ടീം നീ പോയെന്ന് പറഞ്ഞ് കൂട്ടുകാരി അവൾ പറഞ്ഞു വിട്ട് ജിന്നിന്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നുണ്ട്. എന്താ ഇവിടെയെന്ന് അവൾ ജാടിയിടുമ്പോൾ നിന്റെ പഠനമൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാന്ന് വിചാരിച്ച് വന്നതാണെന്ന് അവനും പറയുന്നു. അങ്ങനെ ഓപ്പൺ ഹൗസിന് വേണ്ടി അവർ ആ ഒരു റൂമിൽ ഇരിക്കുന്ന ടീം അവളാകട്ടെ നൈസായി മുന്നിൽ ഇരുന്നു കൊണ്ട് അവനെ ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട്. അവനത് കണ്ടു എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഫോണും മാറ്റുന്നു. തുടർന്ന് അവൾക്ക് അവിടെ ഒരു സ്പീച്ച് നൽകാനായി അവസരം കിട്ടുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയി അവൾ അങ്ങനെ തായ് ഭാഷയിൽ തന്നെ വളരെ നന്നായി ഒരു സ്പീച്ച് പറയുമ്പോൾ അവൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അത് കണ്ട് അവളും ഹാപ്പി ആവുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം അവർ തിരിച്ചു പോകുമ്പോഴേക്കും നല്ല മഴയായിരുന്നു. അവൻ വേഗം അവന്റെ ജാക്കറ്റ് അവളെ നനയ്ക്കാതിരിക്കാനേ ഇങ്ങനെ മുകളിൽ പിടിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ മഴ കൂടുമ്പോൾ അവർക്ക് ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഈ ടീം അവളാകട്ടെ അവന്റെ കയ്യിൽ നൈസായിട്ടൊന്ന് തൊടുന്നുണ്ട്. പിന്നെയും അവൻ വല്ല വഴക്ക് പറഞ്ഞാലോ എന്ന് ഓർത്തിങ്ങനെ കൈ മാറ്റുമ്പോൾ അവനത് മനസ്സിലാക്കി അവളുടെ കൈ ചേർത്ത് പിടിക്കുമ്പോൾ അവൾ ഒന്നുകൂടെ കൈ ഇങ്ങനെ ക്ലോസ് ആയി പിടിച്ച് അങ്ങനെ മഴ ആസ്വദിച്ച് നിൽക്കാണ്. നല്ല തണുപ്പല്ലേ, അപ്പൊ ഈ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച കൈക്കൊരു വാം ഫീൽ കിട്ടും എന്ന ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടാണ് അവൾ കയ്യിൽ പിടിക്കുന്നെങ്കിലും അവന് കാര്യം മനസ്സിലാക്കി തന്നെ അവൻ അങ്ങനെ കൈയും ചേർത്ത് പിടിച്ച് അവളുടെ കൂടെ അവരവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.